അസ്സലാമു അലൈക്കും. അങ്ങനെ കാത്തിരുന്ന ആ സമയം വന്നെത്തി. ഷാനുവിൻ്റെ നിക്കാഹ്. വേണ്ടപ്പെട്ടവരെ സാക്ഷിയാക്കി നിറഞ്ഞ മനസ്സോടെ ഉപ്പ അവളെ ഷാനുവിനെ നിക്കാഹ് ചെയ്തു തന്നു. നിക്കാഹ് കഴിഞ്ഞ് അവളെ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ അവളുടെ ഉപ്പയ്ക്കൊരു കാര്യം മാത്രമേ അവനോട് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എൻ്റെ മോളുടെ കണ്ണ് നിറയാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അതുപോലെ എൻ്റെ മോളെ കണ്ണ് നിറയാൻ മോനായിട്ട് അവസരം കൊടുക്കരുതെന്ന്. എൻ്റെ നെഞ്ചിലെ ശ്വാസം നിൽക്കും വരെ ഉപ്പാൻ്റെ മോളെ കണ്ണ് നിറയില്ല. അതുപോലെ ഉപ്പാക്ക് ഉറപ്പോടെയുള്ള ആ വാക്ക് കൊടുത്തുകൊണ്ടവൾ അവളെ കൈപിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ആ വീടിൻ്റെ പടിയിറങ്ങി. എനിക്ക് വേണ്ടപ്പെട്ട പലർക്കും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഷാനുവിൻ്റെ ഭാഗ്യമാണ് ഇവളെന്ന്. അവളുടെ പെരുമാറ്റവും അതുപോലെയായിരുന്നു. ഒരുപാട് നാളത്തെ പരിചയം പോലെ അവൾ എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിച്ചു. അത് എൻ്റെ വേണ്ടപ്പെട്ട പലരിലും സന്തോഷം നിറച്ചു. ഇനി ഷാനുവിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും അവൾ കാണുമെന്ന ഉറപ്പിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവളെ ചേർത്ത് സ്നേഹത്തോടെ പിടിക്കുമ്പോൾ അവൾ നിറഞ്ഞ ചിരിയോടെ എന്നെ ഒന്ന് നോക്കി. രാത്രി ആയതോടെ കല്യാണത്തിൻ്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ശാന്തമായി. പിന്നെ വീട്ടിൽ അവശേഷിക്കുന്നത് ഞങ്ങൾ വീട്ടുകാരും എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു. മോനെ ഷാനു, ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മാമൻ്റെ വിളി കേട്ടത്. ഏകദേശം സമയം 11 മണിയോടടുത്തിട്ടുണ്ട്. മാമനെ കണ്ടതും ഫ്രണ്ട്സെല്ലാം വേഗം ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അവർക്കറിയാം മാമൻ എന്നെ വിളിക്കാൻ വന്നതാണെന്ന്. സമയം ഒരുപാടായില്ലേ, കഴിഞ്ഞില്ലേ നിങ്ങളെ സംസാരം? ഇനി ബാക്കിയെല്ലാം നാളെ സംസാരിക്കാം. നീ പോയി കിടക്കാൻ നോക്ക്. അത് കേട്ടതും ഫ്രണ്ട്സെല്ലാം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മാമൻ കേൾക്കാതെ അവൾ എന്നെ നോക്കി പറഞ്ഞു, ഇന്നത്തെ വിശേഷങ്ങൾ നാളെ പറഞ്ഞു തരുന്നേ. നാളെ ഞങ്ങൾ നേരത്തെ ഇങ്ങ് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയും മുമ്പേ അവർ വണ്ടി എടുത്ത് വിട്ടിരുന്നു. അവർ പോയ ശേഷം ഞാൻ വേഗം റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഗോൾഡെല്ലാം അഴിച്ചു വെക്കുന്ന തിരക്കിലാണ്. താൻ സഹായിക്കണോ? പാതി തുറന്നു കിടന്ന ഡോർ അല്പം കൂടി തുറന്ന് റൂമിലേക്ക് കയറി ഞാൻ ചിരിയോടെ ചോദിച്ചു. വേണ്ട, ഫ്രണ്ട്സെല്ലാം പോയോ? ആ പോയി. വീടൊക്കെ നിനക്ക് ഇഷ്ടമായോ? ആ ഇഷ്ടമായി. എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ എൻ്റെ വീട്ടുകാരെയും വീടൊക്കെ വിട്ടു വന്നപ്പോൾ എന്തോ ഭയങ്കര മിസ്സിങ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആ സമയം അവളോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ച് കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സാരില്ല കേട്ടോ, വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ ദേ എൻ്റെ ഫോൺ ഇതാ, അവരെ വിളിച്ച് സംസാരിക്കേ. ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട. നിനക്ക് ഇവിടെ എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയൂ. ഇനി നിനക്ക് വീട്ടിൽ പോയി എല്ലാവരെയും കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകും. അവിടെ ഞാൻ എന്ത് കരുതും എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. മനസ്സിലായോ? മനസ്സിലായി. എൻ്റെ ടെൻഷന് ഒത്തിരി കുറഞ്ഞു. ഈ ഗോൾഡൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടിയേക്ക്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. ഷാനു, മോനെ ഷാനു. ഉമ്മയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഉമ്മ? ഉമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല മോനെ, എനിക്ക് ഭയങ്കര തലവേദന, സഹിക്കാൻ കഴിയണില്ല. ചെറിയ പനിയുണ്ട്. എങ്കിൽ ഷാഹിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? അവൻ നല്ല ഉറക്കമാണ് മോനെ. ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി. മോനൊരു ഉപകാരം ചെയ്യോ? മെഡിക്കൽ ഷോപ്പിൽ പോയി ഉമ്മാക്ക് 2 ഗുളിക വാങ്ങിച്ച് തരാമോ? ഇപ്പോഴോ? അതെ മോനെ, തലവേദന സഹിക്കാൻ കഴിയുന്നില്ല. കുറേ ദിവസമായില്ലേ ഉറക്കം കളഞ്ഞ് ഓടി നടക്കുന്നു. അതിൻ്റെയാവും. നല്ലതുപോലെ ഒന്ന് ഉറങ്ങണമെങ്കിൽ എനിക്ക് ഈ ഗുളിക കിട്ടണം. ഇവിടെ അടുത്തല്ലേ മെഡിക്കൽ ഷോപ്പ്? മോന് വേഗം പോയി വരാലോ. ആ മെഡിക്കൽ ഷോപ്പൊക്കെ ഇപ്പോൾ അടച്ചു കാണും. സമയം 12 മണി കഴിഞ്ഞില്ലേ. ഇനി ഗുളിക കിട്ടണമെങ്കിൽ ടൗണിൽ പോകണം. നാളെ മതിയോ? ഇപ്പോൾ ഉമ്മ അല്പം ബാമെടുത്ത് തേച്ച് നോക്ക്. അതല്ല ഞാൻ ചെയ്ത് കുറവില്ലാഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. സംസാരിച്ച് നിൽക്കാതെ എവിടെയെങ്കിലും പോയിട്ട് മോൻ എനിക്ക് ആ ഗുളിക ഒന്ന് വാങ്ങിച്ചതാ. അല്ലെങ്കിൽ എനിക്കിന്ന് അല്പം പോലും ഉറങ്ങാൻ പറ്റില്ല. ഉമ്മ, ഷാഹിയെ നിങ്ങൾ ഒന്നുകൂടെ വിളിച്ചു നോക്കേ. അവൻ എഴുന്നേൽക്കാതെ ഇരിക്കില്ല. ഞാൻ ഒരുപാട് തവണ വിളിച്ചതാ മോനെ, അവൻ എഴുന്നേൽക്കുന്നില്ല. അത്രയും തലവേദനയായിട്ടല്ലേ ഞാനിപ്പോൾ മോനെ ശല്യം ചെയ്യാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരുമോ? ഇങ്ങനെ മുൻപിൽ കേണപേക്ഷിക്കുമ്പോൾ എങ്ങനെ പറ്റില്ലെന്ന് പറയാം. ഞാൻ വാങ്ങി വരാം. നീ റൂം അടച്ചിരുന്നോട്ടോ. ഞാൻ പോയി ഉമ്മാക്ക് ഗുളിക വാങ്ങി കൊടുത്തിട്ട് വേഗം വരാം. അവൾ താല്പര്യമില്ലാതെ തലയാട്ടി. ടെൻഷൻ ആവണ്ട കേട്ടോ, ഞാൻ വേഗം വരും. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.
ബൈക്ക് എടുത്ത് നേരെ പോയത് അവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ആ കട അടഞ്ഞു കിടപ്പായിരുന്നു. ഇനി ഗുളിക കിട്ടണമെങ്കിൽ ടൗണിൽ പോകേണ്ടി വരും. ഗുളികയില്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നേരെ ടൗണിലേക്ക് വിട്ടു. നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ വാങ്ങി തരുമായിരുന്നല്ലോ ഗുളിക. ഇന്നത്തെ ദിവസം തന്നെ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്? ഷാന് പോയി മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉമ്മ പോയി മാമനെ വിളിച്ച് പറഞ്ഞതാണ്. ടൗണിലാണെങ്കിൽ പോയി വരാനുള്ള സമയമല്ലോ. എൻ്റെ മോൻ ആപത്തൊന്നും വരുത്തരുതേ പഠിച്ചോനെ എന്നും പറഞ്ഞ് മാമൻ നെഞ്ചിൽ കൈവച്ച് പുറത്തേക്കിറങ്ങി. ഷാന് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവന് ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ അവളോട് ചോദിക്കട്ടെ. അവളോട് ചോദിക്കാൻ വേണ്ടി ഉമ്മ റൂമിലേക്ക് പോകുമ്പോഴാണ് അവൾ ഉമ്മറത്തേക്ക് നടന്നു വരുന്നത് കണ്ടത്. ഇത്രയും സമയമായിട്ടും അവനെ കാണാത്ത ടെൻഷനായിരുന്നു അവളെ പുറത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. മോളെ, അവന് ഫോണ് കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. റൂമിലൊന്നും കാണാനില്ല. എങ്കിലും ഞാൻ വിളിച്ചു നോക്കട്ടെ. അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എൻ്റെ കോള് കണ്ടാൽ വേഗം എടുക്കേണ്ടതാ. പഠിച്ചോനെ, ഞാൻ എൻ്റെ കുട്ടിയെ തിരിഞ്ഞ് എവിടെയൊക്കെ പോവാ? അവന് ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ. നിങ്ങളിങ്ങനെ ടെൻഷനാവാനേ. പോയതുപോലെ വരാനും അവനറിയാം. അവൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ടൗണിൽ പോകുന്നത്. നിങ്ങൾ മിണ്ടരുത്, മാമൻ ഉമ്മാക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേൾക്കി ഉമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല. മാമ, എന്താ ഷാനക്ക് വരാത്തത്? എനിക്കൊന്ന് പേടി വന്നു. മോള് പേടിക്കണ്ട. ചിലപ്പോൾ വണ്ടിയിൽ പെട്രോൾ എങ്ങാനും തീർന്നു കാണും. അതാവും അവന് വൈകുന്നത്. നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. ഇല്ലെങ്കിലേ മാമൻ പോയി നോക്കാട്ടോ. സമയം ഇഴിഞ്ഞു നീങ്ങുന്നതനുസരിച്ച് മാമനിൽ വല്ലാത്തൊരു ഭയം നിറയാൻ തുടങ്ങി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദേ, മാമൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഈ സമയത്ത് ആരാണാവോ? ചിലപ്പോൾ ഷാനുക്കാണെങ്കിലോ? അവൾ സ്വയം ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇത് ഷാനുവിൻ്റെ മാമനല്ലേ? അതെ, ആരാ? ഞാനാ മാമ, അവൻ്റെ കൂട്ടുകാരൻ നിഹാദ്. എന്താ മോനെ ഈ സമയത്ത്? മാമ, നമ്മുടെ ഷാനു. എന്തിനാ മോനെ നീ കരയുന്നത്? നമ്മുടെ ഷാനുവിന് എന്ത് പറ്റി? ഷാനുവിന് ഒരു ആക്സിഡൻറ്റ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. എൻ്റെ പഠിച്ചോനെ, നെഞ്ചിൽ കൈവച്ച് ഉച്ചത്തിൽ കരഞ്ഞു പോയി. മാമന് പറ്റുമെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. അവൻ്റെ വൈഫിനോടിപ്പോൾ ഒന്നും പറയണ്ട. എന്താ മാമ, ഷാനുക്കാക്ക് എന്താ പറ്റിയേ? അവനോട് സംസാരിക്കെ അവൾ മാമൻ്റെ അരികിലേക്ക് നിന്ന് ചോദിക്കുന്നു. ഏയ്, ഒന്നുമില്ല മോളെ. അവൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. വലിയ കുഴപ്പമൊന്നുമില്ല. കരച്ചിനിടയിലും എങ്ങനെയോ മാമൻ അത്രയും എടുത്തൊപ്പിച്ച് ഒരു ഷർട്ട് എടുത്ത് പുറത്തേക്കിറങ്ങി. മാമ, ഈ സമയത്ത് എവിടേക്കാ? ഇപ്പോൾ വരാം. കൂടുതൽ എന്തെങ്കിലും ചോദിക്കും മുമ്പേ മാമ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മാമ ചെല്ലുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഹോസ്പിറ്റലിലുണ്ട്. എന്താ മക്കളെ, എൻ്റെ ഷാനുവിന് എന്ത് പറ്റി? ഒരു ലോറി വന്നിടിച്ചതാ, അത്ര മാത്രമേ ഞങ്ങൾക്കറിയൂ. നിങ്ങളോട് ആരാ ഈ വിവരം പറഞ്ഞത്? ആരാന്നറിയില്ല. അവൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നതാ. ഒരാൾ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ടെന്ന്. ആളുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. കോൾ ലിസ്റ്റിൽ കണ്ട ഫസ്റ്റ് എൻ്റെ പേരായിരുന്നു അയാൾ കണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഫോൺ വെച്ചു. ആളെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല. നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവൻ ICUവിലാണെന്നാണ് പറഞ്ഞത്. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മോന് ഈ ഗതി വന്നല്ലോ. എത്ര കാലമായി അവന് ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. ഇന്നേ വരെ ഒരു ചെറിയ മുറിവ് പോലും എൻ്റെ മോന് വന്നിട്ടില്ല. പഠിച്ചോനെ, എൻ്റെ മോനെ കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇങ്ങ് തന്നേക്കണേ. അവൻ എന്തിനാ ഈ പാതിരാക്ക് പുറത്ത് പോയത്? പിന്നെ നടന്നതെല്ലാം മാമൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ തള്ളൻ്റെ മോനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? അവനെവിടെ ചുമ്മാ തീറ്റയും ഉറക്കമായി കഴിയല്ലേ? തള്ള അവനെ മനഃപൂർവ്വം അപകടത്തിലേക്ക് പറഞ്ഞു വിട്ടതുപോലെയുണ്ട്. ഞങ്ങൾക്കറിയാം അവനെ അവർക്ക് ഇഷ്ടമല്ല. നമുക്ക് ഡോക്ടറൊന്ന് പോയി കണ്ടാലോ മക്കളെ? ഡോക്ടർ ICUവിലാണ്, കാണാൻ പറ്റില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ദേ, മാമൻ്റെ ഫോണിലേക്ക് ആരെയും വിളിക്കുന്നു. ഇതാ തള്ളയാണ്. തള്ള ഇപ്പോൾ എന്തിനാ വിളിക്കുന്നത്? അവൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കാനാവും. ചിലപ്പോൾ ഷാനുവിൻ്റെ പെണ്ണ് പറഞ്ഞിട്ട് വിളിക്കുന്നതാണെങ്കിലോ? മാമ ഫോണൊന്ന് എടുത്തു നോക്ക്. മാമ, കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ കരിച്ചിലൂടെയുള്ള അവളുടെ ശബ്ദമായിരുന്നു കാതിലേക്ക് വന്ന് പതിച്ചത്. മോളെ, ഷാനുക്കാക്ക് എന്താ പറ്റിയ മാമ? എനിക്കിവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല.
പേടിക്കാൻ മാത്രം ഒന്നുമില്ല മോളെ, കാലിന് ചെറിയ മുറിവ് അത്രയേ ഉള്ളൂ. എനിക്ക് ഷാനുഖാനെ കാണണം. മാമ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവോ പ്ലീസ് മാമ? ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഹൃദയം മുട്ടി പനിച്ചു പോവും. മോളിങ്ങനെ ടെൻഷനാവാൻ മാത്രം ഒന്നുമില്ല. അവന് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരും. ഇല്ല, മാമൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്. പ്ലീസ് മാമ, ഞാനും വന്നോട്ടെ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മോളെ വിളിക്കാം. വിളിക്കോ? ഉറപ്പല്ലേ? വിളിക്കും. ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചില്ല. നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടർ ഒന്നും പറയാത്ത സ്ഥിതിക്ക് അവളെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് റിസ്ക്കാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടേക്കുള്ള അവളെ വരവ് ഒഴിവാക്കണം. ഇതെന്താ ഡോക്ടർമാർ ഒന്നും പറയാത്തത്? നമ്മളിവിടെ വന്നിട്ട് തന്നെ ഒത്തിരി സമയമായില്ലേ? ഷെഹൻഷായുടെ കൂടെ വന്നവർ ആരെങ്കിലും ഉണ്ടോ? ഐസിയുവിൻ്റെ ഡോർ തുറന്നുള്ള നേഴ്സിൻ്റെ ചോദ്യം കേട്ടതും എല്ലാവരും അവർക്ക് അരികിലേക്കോടി. അയാൾക്ക് ബ്ലഡ് വേണം, O പോസിറ്റീവ് ബ്ലഡ്. ഞാൻ O പോസിറ്റീവാ. നിഹാദ് മുന്നോട്ട് വന്നു. എങ്കിൽ വരൂ, ആദ്യം പോയി ഡോക്ടറെ കാണണം. സിസ്റ്ററെ, എൻ്റെ മോൻ എങ്ങനെയുണ്ട്? നിഹാദിനെയും വിളിച്ച് ഡോക്ടർ അടുക്കളയിലേക്ക് പോകുന്ന നേഴ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു മാമൻ്റെ ചോദ്യം. അതൊക്കെ ഡോക്ടർ പറയൂട്ടോ, മാമൻ ടെൻഷനൊന്നും ആവണ്ട, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാമൻ ചെയറിലേക്ക് ഇരിക്ക്. മറ്റ് ഫ്രണ്ട്സ് മാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചെയറിലേക്ക് ഇരുത്തി. പിന്നെ മാമയുടെ ഫോണിലേക്ക് കോളുകളുടെ പ്രവാഹമായിരുന്നു. എല്ലാം ഷാനുവിൻ്റെ കുടുംബക്കാരാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. വേണ്ട എന്ന് മാമൻ പറയാൻ പോയില്ല. എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ പോക്കറ്റിലേക്ക് ഇടാൻ പോകുമ്പോൾ വീണ്ടും കോൾ. ഹലോ, ഞാൻ ജിൻഷീദയുടെ ഉപ്പയാണ്. ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ പുറത്തുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്താ? ഒന്ന് പുറത്തേക്ക് വരാമോ? ഇപ്പോൾ വരാം. ആരാ മാമ? അത് ഷാനുവിൻ്റെ പെണ്ണിൻ്റെ ഉപ്പയാണ്. അവൾ വിളിച്ച് പറഞ്ഞതാവും. ഞാൻ പോയി അവളെ ഉപ്പാനെ വിളിച്ച് വരാട്ടോ. എന്താ എൻ്റെ മരുമോന് പറ്റിയത്? മാമനെ കണ്ടതും ഓടി വന്നുകൊണ്ട് വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നല്ലതുപോലെ ഇടറുന്നുണ്ടായിരുന്നു. പിന്നെ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മാമൻ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. ജിനു അവിടെ കിടന്ന കാര്യമാണ്. ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവളെ ഉമ്മ അവിടേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ടെൻഷനായി എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും. എന്തെങ്കിലും ചെറിയ കാരണം മതി അവൾക്ക് ടെൻഷനാവാൻ. നമുക്ക് ഡോക്ടറെ പോയി കണ്ടാലോ? വിവരങ്ങളൊന്നും അറിയാതെ എങ്ങനെയാ സമാധാനത്തോടെ ഇവിടെ നിൽക്കുന്നത്? ഹോസ്പിറ്റലിൽ എത്തിയാൽ മോളെന്നെ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ഒന്നും പറയാതെ അവളോട് എന്താ പറയുക? നമുക്ക് കുറച്ച് സമയം കൂടെ കാത്തു നിന്ന് നോക്കാം. അവൻ്റെ കൂട്ടുകാരനെ ബ്ലഡ് കൊടുക്കാൻ പോയിട്ടുണ്ട്. അവൻ വന്നാൽ അറിയാം ഷാനുവിൻ്റെ അവസ്ഥ എന്താണെന്ന്. കുറച്ചു കഴിഞ്ഞ് നിഹാദ് ബ്ലഡ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. മോനെ, എൻ്റെ ഷാനുവിന് എങ്ങനെയുണ്ട്? നീ അവനെ കണ്ടോ? അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ? മാമൻ അവൻ്റെ അരികിലേക്ക് നിന്ന് നിറകണ്ണുകളോട് ചോദിച്ചു. നല്ല പരിക്കുണ്ട്. അവൻ്റെ കിടപ്പ് കാണാൻ പറ്റുന്നില്ല. അതും പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു പോയി. ഇനിയൊന്നും കേൾക്കാൻ ശക്തിയില്ലാതെ മാമൻ തളർച്ചയുടെ അരികിലുള്ള ചെയറിലേക്ക് ഇരുന്നു. എന്തൊരു വിധിയായിപ്പോയി. എൻ്റെ മോനെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ജീവിതം കിട്ടിയപ്പോൾ എന്തിനാ പഠിച്ചവൻ എൻ്റെ മോനോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചത്? ഇനി എൻ്റെ കുട്ടി പഴയ സ്ഥിതിയിലാവാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഡോക്ടർ ഇതാ വരുന്നു. നമുക്ക് ഡോക്ടറോടൊന്ന് പോയി സംസാരിക്കാം. ഇനി ഡോക്ടർ പറയുന്നത് കൂടെ കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. നിങ്ങൾ പോയി സംസാരിക്കേ. തളർച്ചയോടെ ഇരിക്കുന്ന മാമ ജിനുവിൻ്റെ ഉപ്പയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടറോട് സംസാരിക്കാൻ ജിനുവിൻ്റെ ഉപ്പാക്ക് പിന്നാലെ അവൻ്റെ ഫ്രണ്ട്സും ഉപ്പാക്കൊപ്പം പോയി. നിഹാദ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ഡോക്ടർക്കും പറയാനുണ്ടായിരുന്നത്. പിന്നെ ഏറെ ജിനുവിൻ്റെ ഉപ്പാനെ തളർത്തിയ ഡോക്ടർ വാക്ക്, ചുരുങ്ങിയത് 6 മാസമെങ്കിലും കഴിയും അവന് പഴയ സ്ഥിതിയിലേക്ക് എത്താനെന്ന്. അപ്പോഴും പഴയ പോലെ എണീറ്റ് നടക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നായിരുന്നു. അത് കേട്ടതോടെ ഉപ്പ ആകെ തളർന്നു പോയി. പിന്നെ ഡോക്ടർ റൂമിൽ നിൽക്കാതെ നിറകണ്ണുകളോടെ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഉപ്പാൻ്റെ ഫോണിലേക്ക് ജിനുവിൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു. അവളോട് എന്ത് പറയുമെന്നറിയാതെ ഉപ്പ ഇരുന്നു. മോളാവില്ലേ? മാമ ഉപ്പാനെ നോക്കി ചോദിച്ചു. അതെ, ഞാനെന്താ അവളോട് പറയേണ്ടത്? എത്ര നാൾ അവളിൽ നിന്നിത് മറച്ചു വെക്കും? അധികം വൈകാതെ അവളെല്ലാം അറിയില്ലേ? നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മോൾക്ക് കരയാനാണല്ലോ പഠിച്ചോനെ വിധി. അതും പറഞ്ഞുകൊണ്ട് ആ ഉപ്പ കണ്ണീർ തുടച്ചു. ഫോൺ എടുക്കാതെ നിന്നാലേ അവൾക്ക് കൂടുതൽ വിഷമാവും. അതുകൊണ്ട് അവളെ വിളിച്ച് നിങ്ങൾ സംസാരിക്കേ. കൂടുതൽ പരിക്ക്
പറ്റിയ കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട. എല്ലാം അവൾ നേരിൽ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. ഞാനെന്ന് തിരിച്ചു വിളിക്കട്ടെ. പിറ്റേന്ന് നേരം പുലരാൻ കാത്തുനിന്നതുപോലെ രാവിലെ തന്നെ ഷാനുവിൻ്റെ പെണ്ണ് അവളുടെ ഉമ്മാനെ വിളിച്ച് ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ഷാനുവിനെ ഇതുവരെ ആരും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവളിലെ ടെൻഷൻ ഒന്നുകൂടെ കൂടി. ഉപ്പാനോട് ഡോക്ടറെ പോയി കാണാനും അവൾക്ക് അവനെ കാണണമെന്ന് ഡോക്ടറോട് പറയാനും അവൾ ഉപ്പാനോട് കെഞ്ചി പറയുന്നുണ്ടായിരുന്നു. അവളെ അവസ്ഥ കണ്ടു നിൽക്കുന്ന ഉപ്പാൻ്റെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് ഇവിടെ ഇരിക്കെ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഷെഹിൻഷായുടെ കൂടെ വന്നവർ ആരാ? ഉപ്പ ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണ് ICUവിൻ്റെ ഡോർ തുറന്ന് അല്പം തല വെളിയിലേക്കിട്ട് നേഴ്സ് ചോദിച്ചത്. ഞങ്ങളാണെന്ന് പറഞ്ഞ് അവൻ്റെ ബന്ധുക്കൾ ഓരോരുത്തരായി നേഴ്സിൻ്റെ അരികിലേക്കോടി. ആ സമയം ഹൃദയം പൊട്ടി തൻ്റെ പ്രാണനെ കാണാൻ കൊതിച്ചു നിന്നവരുടെ വേദന ആരും കണ്ടില്ല. എല്ലാവരും കൂടി ഓടി വരണ്ട, ഒരാൾക്ക് മാത്രം കയറി കാണാൻ പറ്റും. അപ്പോഴേക്കും എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് അവൻ്റെ ഉപ്പാൻ്റെ അനിയൻ എളാപ്പ ICUവിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ഉപ്പ, എനിക്ക് ഷാനുഖാനെ ഒന്ന് കാണണം. അവരോട് പറയൂ, ഞാനെന്ന് എൻ്റെ ഷാനുഖാനെ കണ്ടോട്ടെ. ഹൃദയം പൊട്ടിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. ഹൃദയം പൊട്ടിക്കരയുന്ന തൻ്റെ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, മോള് വിഷമിക്കല്ലേ, ഡോക്ടറോട് അനുവാദം വാങ്ങി നമുക്കവനെ കാണാം. അല്ലാതെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോൾ ഇവിടെ നിൽക്കേ, ഉപ്പ ഡോക്ടറൊന്ന് ചോദിച്ചിട്ട് വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം, മാമൻ ഉപ്പാൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ചെല്ലുമ്പോൾ ഡോക്ടർ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് അവരോട് ചെയറിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. സംസാരം കഴിഞ്ഞ ശേഷം ഡോക്ടർ അവരെ നോക്കി ചോദിച്ചു, ഏത് പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതാണ്? ഇന്നലെ രാത്രി ആക്സിഡൻ്റ് ആയില്ലേ ഷെഹിൻഷാ? ഓ, അയാളുടെ ആരാ? ഇത് ഞാൻ അവൻ്റെ മാമൻ, ഇതവൻ്റെ വൈഫിൻ്റെ ഉപ്പയാണ്. അവരെ വിവാഹം ഇന്നലെ ആയിരുന്നു കഴിഞ്ഞത്. ഓ മൈ ഗോഡ്, അതെയോ? ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഗുളിക വാങ്ങാൻ പോയതാ, അപ്പോഴാണ് ഈ ആക്സിഡൻറ്റ്. വിവാഹം കഴിഞ്ഞൊന്ന് നേരാവണ്ണം പോലും അവരെ സംസാരിച്ചിട്ടില്ല. അപ്പോഴാണ് വിധിയുടെ ഈ ക്രൂരത. ഇന്നലെ മുതൽ ആ കുട്ടി നല്ല കരച്ചിലാണ്. അവൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? അവളൊന്ന് അവനെ കണ്ടോട്ടെ ഡോക്ടറെ, ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ടെൻഷനായി വല്ല അസുഖം വരും. മാമൻ്റെ സംസാരം കേട്ട് ഒരു നിമിഷം ആ ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞുപോയി. ഡോക്ടർ പറഞ്ഞു, എനിക്കൊപ്പം വന്നോളൂ, രണ്ടാൾക്ക് വരാം. അത് കേൾക്കുക ഡോക്ടർക്ക് പിന്നാലെ മാമനും ഉപ്പയും നടന്നു നീങ്ങി. നിങ്ങൾ രണ്ടാളും പോയി കണ്ടുവാ, മാമൻ ഉപ്പാനോടായി പറഞ്ഞു. വേണ്ട, നിങ്ങൾ പോയിക്കോ. വേണ്ട, നീ അവളെ വിളിച്ച് കാണിക്കേ. ഉടൻ തന്നെ ജിനുവിനെ വിളിച്ച് ഉപ്പ ഡോക്ടർക്ക് പിന്നാലെ ICUവിലേക്ക് നടന്നു നീങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.